സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ പറയുകയാണ്. എന്താണ്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM എന്ന്. എന്റെ പൊന്ന് ഹസ്കറെ, കൈ തൊടാതെ നിവർത്തിയില്ല. ആ നിലപാട് എന്നാ ഉണ്ടായിരുന്നു അറിയാവോ ഹസ്കറിന്? ആ നിലപാട് EMSഉം VSഉം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നിലപാടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തിട്ടാണ് 87-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. അതെല്ലാം കുടിച്ചു മൂടപ്പെട്ടു ഹസ്കറെ. ഹസ്കറിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? പിണറായി വിജയൻ ഭരിക്കുന്ന ഈ പാർട്ടിയിൽ ഹസ്കർ വന്നിട്ട് പറയുകയാണ് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഇതുപോലെ വർഗീയതകളെ ഒരുപോലെ എതിർക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്ന ഈ പാർട്ടി CAA വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി, മറ്റേ ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി, ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി. അങ്ങനെ മുസ്ലിങ്ങളുടെ പുറകെ ഈ ആട്ടുമുട്ടന്റെ പുറകെ ചെന്നായി ഇങ്ങനെ നമ്പി നടക്കുന്നത് പോലെ നടന്ന് അവസാനം എല്ലാ മതന്യൂനപക്ഷം പരിപൂർണമായി വിട്ടുപോയി എന്ന് കണ്ടപ്പോൾ സംഘപരിവാരം പറയുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള വർഗീയത പറഞ്ഞ് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് പെട്ടിയിലിടാൻ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്കറിനെ പോലൊരു പാവപ്പെട്ട ആള് വന്നിരുന്നിട്ട് ജനം ചാനലിലിരുന്ന് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ പറയുന്നത് ഹസ്കറിന്റെ മനസാക്ഷിയോട് ഹസ്കർ ഒന്ന് കൈവച്ചിട്ട് ചോദിക്കും. എനിക്ക് ഹസ്കറിനെ കുറിച്ച് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഹസ്കർ CPM കാരനാണെങ്കിൽ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഹസ്കർ നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ചോദിക്കണം, ഇപ്പൊ ഉള്ളത് ഇത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്ന സമീപനമാണ് CPM. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അപ്പൊ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെയല്ല. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹാംഫുള്ളാണ്. ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവത്തെ തന്നെ മാറ്റി അട്ടിമറിക്കാൻ അവർക്ക് കഴിയും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ മതന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്ക് ആക്കാന്നാണ് വേറെ ഒന്ന് പറയുന്നത്. എന്താ ഭൂരിപക്ഷ വർഗീയതയെ വോട്ട് ബാങ്ക് ആക്കുന്നതിനെ പറ്റി പറയാത്തത്? BJP അടക്കമുള്ള സംഘപരിവാറുകൾ ഹിന്ദു മിത്തോളജിയും അതുപോലുള്ളതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് പല രീതിയിലും ശ്രീരാമനിലേക്കും ശ്രീകൃഷ്ണനിലേക്കും ഇന്ത്യൻ പാരമ്പര്യത്തിലേക്കും മറ്റു പലതിലേക്കും നമ്മൾക്ക് ആദരിക്കുന്നതായ ആ സംഗതികളിലേക്ക് ആ സമൂഹത്തെ നയിച്ചുകൊണ്ട് അതിലിപ്പോൾ പശു വിശുദ്ധ പശുവാകുന്നത്, പശുവിന് ഈ കാണുന്ന പ്രാധാന്യം കിട്ടുന്നത് എങ്ങനെയാണ്? അതെല്ലാം ഇത്തരത്തിലുള്ളതായ ചില മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ എത്രയും ആവാം, അതിന് തിരക്കില്ല. പക്ഷെ ന്യൂനപക്ഷ വർഗീയതയോട് അത് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ എന്താ പറയേണ്ടത്, ആളുകളെ വിഡ്ഢികളാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയും. ഓക്കെ താൻ ഇനി ഇവിടെ കടന്ന് ചൊറിഞ്ഞ തന്റെ പിത്ത കവിളിൽ കത്തി കുത്തി ഇറക്കി നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. മനസ്സിലായോ? നോക്കൂ, ഇവിടെ ഇത് പാവപ്പെട്ടവർ നടത്തുന്ന ഒരു 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 സംഭവമായിട്ട് മാത്രം കള്ളക്കടത്തിനെ കണ്ടാൽ മതി എന്നാണ് അബ്ദുള്ളയെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള വളരെ മുതിർന്ന ഒരു പൗരൻ, ആ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു പൗരൻ പറയുന്നത്. അല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കറിയില്ല എങ്ങനെ പ്രതികരിക്കണമെന്ന്. ഭൂരിപക്ഷം തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കപ്പെടേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം 4-5 എംപിമാരെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കുവാനുള്ള ശേഷിയുള്ളൂ പരമാവധി. അതുകൊണ്ട് അതിനെ ഭയക്കേണ്ടതില്ല എന്നാണ്. ട്രൈ ചെയ് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. ശ്രീ അബ്ദുള്ളയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കശ്മീരിൽ മാത്രമാണ് മുസ്ലിം സമുദായത്തിന് ഒരു വലിയ മേൽക്കൈ ഉള്ളത്. പിന്നെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അത്രയും വലിയൊരു മേൽക്കൈ വരുന്നത്. ബാക്കി അങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിലൊന്നുമില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് അവിടുത്തെ തദ്ദേശീയരായ ജനതയ്ക്ക്
ജീവൻ ഭയന്ന് രാത്രിക്ക് രാമായണം ഓടേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കശ്മീരിൽ നിന്ന് തന്നെയാണെന്നുള്ള കാര്യം അങ്ങേ വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഗലീവ് ഗലീവ് ചലീവ് എന്ന് പറഞ്ഞ് കശ്മീരിലുണ്ടായിരുന്ന ഹിന്ദു സമുദായം ന്യൂനപക്ഷമായപ്പോൾ അവിടെ നിന്ന് രാത്രിക്ക് രാമായണം ജീവനും കയ്യിൽ പിടിച്ച് കയ്യിൽ കിട്ടിയതും എടുത്ത് ഒരു സമൂഹം പലായനം ചെയ്യേണ്ടി വന്നത് 100-150 വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല. ഞാനും താങ്കളും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. വെറും 10-30 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് പോകുമെന്നും വേണ്ട. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ ഇദ്ദേഹം. നമുക്കറിയാം നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അതിന്റെ മറ്റൊരു വകഭേദം ഇപ്പോൾ പല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേക ജില്ല, 2 ജില്ല, ഇനി അത് പ്രത്യേക സംസ്ഥാനമാവും. അപ്പോൾ വീണ്ടും ഗലീവ് ചലീവ് അവിടെ ഉയരുമോ ഞങ്ങൾക്ക് അറിയില്ല. നമുക്കത് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒന്നാണ്. അങ്ങ് വെറുതെ ഞങ്ങളുടെ വായിൽ കോലിട്ട് കുത്തി ഇതൊന്നും പറയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നാട്ടിലൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതങ്ങനെ നിലനിന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിനെ വെറുതെ കയറി ഞങ്ങളുടെ മുറിവിൽ എരിവ് പുരട്ടാൻ വേണ്ടിയിട്ട് വരരുത്. വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീഷ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തതായിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അത് ചെറിയ 1 ലക്ഷം രൂപയുടെ ലോണ് മുതൽ കോടിക്കണക്കിന് രൂപയുടെ ലോൺ വരെ വരുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ലോണുകൾ എടുക്കുക. ലോൺ എടുക്കാതെ അടയ്ക്കുക. പലരും മനഃപൂർവ്വമായിരിക്കില്ല, ചിലർ മനഃപൂർവ്വമായിരിക്കും, ചിലർ മുങ്ങാം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും, ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ഗൾഫിൽ നിന്ന് ചില സാധാരണക്കാർ വരുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള സ്വർണം കൊണ്ടുവരുമ്പോൾ പോക്കറ്റിൽ ഇട്ടിട്ടും ചിലപ്പോൾ അതിനകത്ത് ഗ്രാമം തെറ്റിച്ച് പറഞ്ഞും ഒക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സമ്മതിച്ചു തരാം. കാരണം അവരെ പോലുള്ളവരെ കരുതിയിട്ടാണ് ഈ കസ്റ്റംസിന്റെ നിയമത്തിനെ അത്രയും ലഘൂകരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അവരെ കള്ളക്കടത്തുകാരായിട്ട് ചിത്രീകരിക്കേണ്ട എന്നുള്ളത്. ഇത് സ്വർണത്തിനെ ഉരുക്കി ക്യാപ്സ്യൂള് രൂപത്തിലാക്കി തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ച് അതും കിലോ കണക്കിന് സ്വർണം കടത്തിക്കൊണ്ട് വരുന്നത് നികുതി വെട്ടിപ്പാകുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നികുതി വെട്ടിപ്പാണോ? ഇതിനെയാണ് നമ്മൾ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കള്ളക്കടത്തുന്നത്. ഇത് നികുതി വെട്ടിപ്പല്ല. ഇത് ബോധപൂർവമായിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതാണ്. അതിനവർ പണിയെടുക്കുന്നുണ്ട്. അവർ ആ സ്വർണത്തിന് ഉരുക്കുന്നുണ്ട്. ആ സ്വർണ്ണം എങ്കിൽ പിന്നെ നാളെ മുതൽ ഇവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തിക്കൊണ്ട് വരുന്നവരെല്ലാവരും അയ്യോ പാവം കുറച്ച് നികുതി വെട്ടിക്കാൻ വന്നതാണെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അവർ കള്ളക്കടത്തുകാരായില്ലല്ലോ. അതെങ്ങനെ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നുള്ള വാക്ക് തന്നെ അപ്പോൾ തെറ്റായി മാറില്ലേ നമുക്ക്? താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? ഈ വൈറ്റ് വാഷ് അടിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. വളരെ നിഷ്കളങ്കമായി അത് ചെയ്യുന്നതിനെ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഒട്ടകത്തിനെ കറക്കാൻ പോകുന്നവരെയും ഈ പറയുന്ന അറബി സ്ത്രീകളുടെ പാവാട അലക്കാൻ പോകുന്നവരെ, ഇപ്പൊ ഇത്തരം ആൾക്കാരെ എല്ലാവരെയും ഷീൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വലിയൊരു ക്രൈമിനെ അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസ്ഡ് ക്രൈമിനെ കയറിയിട്ട് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. കാരണം അത് നിങ്ങൾ ആ മുന്നിൽ നിർത്തിയിരിക്കുന്ന പാവങ്ങളോടുകൂടി കാണിക്കുന്ന ഒരു വലിയ അനീതിയാണ് എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് ആ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ശ്രീ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സാർ. താങ്കളെ പോലെ ഞാൻ അത്യാവശ്യം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് താങ്കളെ പോലെ ഒരാള് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടയ്ക്കുന്നത് തെറ്റാണ് എന്ന് അവർ കരുതുന്നു. ചുങ്കം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് അവർ കരുതുന്നു. അപ്പൊ അത് തെറ്റല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മതപരമായ ഇതെന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം പിന്നിടുകയാണ്. ഈ 75 വർഷം പിന്നിടുന്നതിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലിറ്ററേറ്റഡ് ആയിട്ടുള്ള മുസ്ലിംസ് ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. കേരളത്തിൽ ഏറ്റവും അധികം SSLC ആൾക്കാർ പാസ്സാവുന്ന ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്
ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുക, സംസ്ഥാനത്തിൽ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്നാണ് അവരുടെ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോധത്തിനെ ഇനി നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുല്ലാക്കന്മാര് വന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? അപ്പോ ഇവരുടെ ഈ ബോധം എവിടെ നിന്നാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്? താങ്കൾ പറഞ്ഞു മുസ്ലിങ്ങളുടെ ബോധം. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ മതബോധത്തിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ഈ മതബോധത്തിൽ നിന്നുണ്ടായ സാധനം ഇപ്പൊ എനിക്കറിയാവുന്ന എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗ്രന്ഥമാണ്. അതിന് മുകളിലേക്കോ അതിന് താഴേക്കോ മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ്. ഇതാണ് അൾട്ടിമേറ്റ്. അന്ത്യപ്രവാചകൻ പറഞ്ഞതാണ്. ഇനി ഇതിനും ഇപ്പൊ ചില മതപണ്ഡിതന്മാര് പോലും ചില കാര്യങ്ങൾ പുരോഗമനപരമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല, ഖുറാനും ഹദീസും ഒക്കെയാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ക്ലറിക്സിനെ പോലും തള്ളിക്കളയുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മതബോധം, അതായത് ഈ ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന അവരുടെ മതവേദ പുസ്തകത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ആ മതബോധം, താങ്കൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല കേട്ടോ, അവരുടെ മതബോധം കാരണമാണ് അവർ ടാക്സ് കൊടുക്കുന്ന തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതെന്നാണ് അങ്ങ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഈ ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു മതബോധത്തിനെ അവർ മാറ്റും എന്നാണോ അങ്ങ് പറയുന്നത്? അതോ അവർ വീണ്ടും ഇതിനെ എടുത്തു വെച്ചിട്ട് തർക്കിച്ചിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു തലത്തിലൊരു കൺക്ലൂഷനിലേക്ക് അവരെത്തും എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ അതിനകത്ത് സെൽഫ് ഗോൾ അടിക്കുകയാണ്. അത് നിങ്ങളെ തന്നെ കൂടുതൽ അപകടത്തിലാക്കേ ഉള്ളൂ എന്ന് അങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ